കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴയ്ക്ക് പിന്നിൽ മുൻ SFI-കാരൻ എന്ന് SFI കേന്ദ്ര കമ്മിറ്റി അംഗം തെളിവുകൾ സഹിതം CPIM നേതൃത്വത്തിന് പരാതി നൽകി. വിധികർത്താക്കളെ സ്വാധീനിക്കാൻ കൂട്ടുനിന്നാൽ 5 ലക്ഷം രൂപ നൽകാം എന്ന് വാഗ്ദാനം ചെയ്തു എന്നാണ് പരാതി. വിഷയത്തിൽ വിശദമായ പരിശോധന നടത്താനാണ് SFI സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. CPIM നേതൃത്വത്തിന് ലഭിച്ച പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും നേതാക്കൾ അറിയിച്ചു. വിധികർത്താവ് PN ഷാജിയുടെ ആത്മഹത്യയിൽ കണ്ണൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം തിരുവനന്തപുരത്തെത്തി. ഹരികൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, ഇപ്പോൾ ഇതിൽ SFIയുടെ ഒരാളിൻ്റെ പങ്കാളിത്തവും കൂടെ തെളിയുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? വേണു, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചർച്ചയായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായ ഒന്നാണ് ഈ സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ. അതായത് ഈ കലോത്സവം തുടർച്ചയായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വൈസ് ചാൻസലർ നിർദ്ദേശം കൊടുക്കുന്നു ഈ തരത്തിൽ കലോത്സവം നിർത്തിവെക്കാൻ. അത് ഈ കോഴയാരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യം ഉയർന്നു വന്ന ഒരു സാഹചര്യം. ഈ കോഴയാരോപണത്തിൽ ഈ വിധികർത്താക്കളെ ഉൾപ്പെടെ എതിരെ പരാതി നൽകുകയും അവരെ തടഞ്ഞു വെക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുക. അതിനുശേഷം എതിർ സംഘടനകൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായിട്ട് ഒക്കെ വന്ന സാഹചര്യം നമുക്കറിയാം. ഇതിലൊരു പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ സർവകലാശാല യൂണിയൻ ഭരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയായ SFIക്കുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു ചേരിപ്പൊരു, ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു ചേരിപ്പൊരുണ്ടായി. അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു വിമർശനം ഉയർന്നതാണ്. ഈ SFIയുടെ ജില്ലാ കമ്മിറ്റിയിലുള്ള ചേരിപ്പൊരാണ് ഇത്തരത്തിൽ കോഴയാരോപണത്തിന് പിന്നിലെന്ന വിമർശനം ഉയർന്നിരുന്നു. അത് വെളിവാക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതായത് ഒരു സംഘടനാ നടപടി നേരിട്ട ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഇത്തരത്തിൽ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് തനിക്ക് താല്പര്യമുള്ള ഒരു ജഡ്ജിംഗ് പാനൽ ചില മത്സര ഇനങ്ങളിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതിനായി കേന്ദ്ര കമ്മിറ്റി സഹായം എത്തിക്കുന്നു. ഇതിന് കൂട്ടുനിന്നാൽ 5 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഈ കേന്ദ്ര കമ്മിറ്റി അംഗം ഈ വിധികർത്താക്കളുടെ ചുമതലയുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അയാൾ ഇത് നിരസിക്കുകയും ഈ തെളിവുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ CPM നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സംഭവമാണ് കോഴയാരോപണത്തിന് പിന്നിലെന്നുള്ളതാണ് ഇപ്പോൾ വെളിവാകുന്ന പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് SFI നേതൃത്വത്തിന് തന്നെ അതൃപ്തിയുണ്ട്. ഈ CPM നേതൃത്വത്തിന് CPM സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ തെളിവുകൾ ഉൾപ്പെടെ ഈ പരാതി നൽകിയിട്ടുമുണ്ട്. ഈ പരാതിയെക്കുറിച്ച് അറിയില്ല. ഈ സംഭവത്തിൽ അതൃപ്തിയുണ്ടെന്നുള്ളതാണ് SFI സംസ്ഥാന നേതൃത്വം നമ്മളെ അറിയിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഈ കോഴയാരോപണമാണ് ഇത്തരത്തിൽ ഒരു വിധികർത്താവിൻ്റെ ജീവൻ എടുക്കുന്നതിൽ വരെ കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിധികർത്താവിനും നൃത്തപരിശീലകർക്കും ഈ മർദ്ദനമേറ്റ പരാതിയിൽ കണ്ണൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള ശേഖരിച്ച് അന്വേഷണം നടത്തുകയാണ്. ഇതിന് യൂണിവേഴ്സിറ്റി പ്രിൻസിപ്പലിന് കത്തും നൽകിയിട്ടുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റു കാര്യങ്ങൾ എന്നുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ SFIയിൽ നിന്ന് തന്നെ ഉയർന്ന പരാതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസിനും ഈ SFIയിലെ ചില ആളുകൾ പരാതി നൽകിയിട്ടുണ്ടെന്നുകൂടിയുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. വേണു, ശരി. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.